It's me, Ambri Subhash. നമ്മൾ ഇന്നിവിടെ കുഞ്ഞുവാവയ്ക്ക് ഒരു കിലുക്കമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ഹാങ്ങിങ് കിലുക്കമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണിക്കുന്നത് പോലെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ബട്ടൺ അമർത്തി ഓൾ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് എന്നാ കുഞ്ഞാക്ക് കിലുക്കം ഉണ്ടാക്കാം. വീട്ടിലുള്ള പഴയ ടോയ്സ് ഉപയോഗിച്ചാണ് ഈ പുതിയ ഹാങ്ങിങ് ടോയ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഹാങ്ങിങ് കിലുക്കമാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴയ ഹാങ്ങറാണ്. ഇത് കണ്ടോ, ഇത് കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ മേടിച്ചതാണ് ഒരു ഹാങ്ങർ. ഈ ഹാങ്ങർ ഉപയോഗിച്ചാണ് നമുക്ക് കിലുക്കം ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, എന്നാൽ മാത്രമേ നമുക്ക് ഈ കിലുക്കത്തിന് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഞാനിത് ഈ ഹാങ്ങർ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാം. ഇവിടെ ഒരു ഹാങ്ങിങ് ഹുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ക്ലിപ്പൊക്കെ ഒന്ന് ഊരി മാറ്റാം കേട്ടോ. നമ്മളിപ്പോ ഹാങ്ങറിലെ ക്ലിപ്പ് എല്ലാം ഊരിയിട്ടുണ്ട്. നമുക്ക് അടുത്തത് വേണ്ടത് ഒരു കുറച്ച് സ്ട്രോയാണ്. ഇങ്ങനത്തെ സ്ട്രോ ആണ്, കളർ സ്ട്രോ ആണ് കൂടുതൽ നല്ലത്. അപ്പൊ എനിക്ക് കിട്ടിയത് വൈറ്റ് സ്ട്രോ ആണ്. അപ്പൊ ഞാനൊരു പേപ്പർ കഷ്ണത്തില് ഒരിങ്ങനെ പേപ്പർ കട്ട് ചെയ്തെടുത്തത് A4 പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കാണ്. എന്നിട്ട് സ്കെച്ച് പെൻ വെച്ച് കളർ ചെയ്തിരിക്കണം, ക്രയോൺ വെച്ചിട്ട് കളർ ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ പേപ്പർ സ്ട്രോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കും. സ്ട്രോ കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് കുറച്ച് സ്ട്രോ നേരത്തെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ട്രോ ആണ് നമ്മൾ കിലുക്കം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നീട് വേണ്ടത് കുറച്ച് ടോയ്സ് ആണ് കണ്ടോ. ഇതുപോലെ നമുക്ക് ഇതെൻ്റെ മോൻ്റെ ടോയ്സ് ആണ്, പഴയ ടോയ്സ് ആണ്. നമുക്ക് ടോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞാവയുടെ മേത്തേക്ക് അബദ്ധവശാൽ പൊട്ടി വീണാൽ തന്നെ കുഞ്ഞാക്ക് ഒന്നും പറ്റാത്ത രീതിയിലുള്ള കനം കുറഞ്ഞ നല്ല കളറുള്ള പ്ലാസ്റ്റിക്കും ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കും ഉള്ള ടോയ്സ് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. ഒത്തിരി തീരെ പൊടി ടോയ്സ് ഒന്നും ആവരുത്. അതൊക്കെ പൊട്ടി കഴിഞ്ഞാൽ വായിലേക്കൊക്കെ എടുത്ത് വെച്ചാൽ നമ്മൾ കാണില്ല. അത് കാരണം ഞാൻ എടുത്തിരിക്കുന്നത് ഇത്തരം ടോയ്സ് ഒക്കെയാണ് ഉണ്ടോ. ഇത്തരം ടോയ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് വേണ്ടത് ഒരു നൂല്, ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന നൂലാണ്. പിന്നെ നൂലിടാൻ വേണ്ടി ഒരു സൂചി. ഇതാണ് നമ്മളിപ്പോൾ ടോയ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ടോയ്സ് ഉണ്ടാക്കാം. നമുക്ക് ഈ സൂചിയിലേക്ക് ഈ നൂലൊന്ന് കോർത്തെടുക്കാം. ജസ്റ്റ് ചെറിയ ഇട്ടിട്ടാൽ മതി. ഇത് എടുക്കാൻ ഒരു സ്ട്രോ എടുക്കുക. എന്നിട്ട് ഒരു ടോയ്സ് എടുക്കുക. എന്നിട്ട് ഈ സ്ട്രോയുടെ ഉള്ളിലൂടെ തന്നെ നമുക്ക് ഈ സൂചി ഒന്ന് സൂചി പിടിച്ച് നമുക്ക് നൂലൊന്ന് നോക്കാം. ഇരിക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ അഴിച്ചെടുത്ത് ഇങ്ങനെ ഒരു കെട്ടിട്ടേക്കാട്ടോ. കണ്ടോ,
നമുക്കിവിടെ സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതേപോലെ എല്ലാ നൂലും ഓരോ നൂലും എടുത്ത് ഓരോ സ്ട്രോയും ഒരു ടോയ്സും വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയെടുക്കണം. അത് നമുക്ക് കളർഫുള്ളായിരിക്കണം. കളർഫുള്ളാണെങ്കിൽ നമുക്ക് ഈ സെയിം ഈ സ്ട്രോയുടെ കളറിൽ ഈ കളർ ടോയ്സ് വരരുത് എന്നുള്ള രീതിയിൽ എടുക്കണേ. എന്നാലൊരു ചേഞ്ച് വ്യത്യാസം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. എന്നാലും ഞാൻ എൻ്റെ ഒരു ഐഡിയ പറയണതാണ്. ഞാൻ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഹാങ്ങിങ് ടോയ്സിന് ഭയങ്കര റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കളിപ്പാട്ടമൊക്കെ വെച്ച് ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയതാണ് ചെറുതായിട്ട്. അപ്പം നല്ല ഭംഗി തോന്നി. അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ സ്ട്രോയൊന്നും മേടിച്ചില്ലായിരുന്നു. സ്ട്രോയൊക്കെ ഞാൻ പേപ്പർ വെച്ച് സ്ട്രോ ഉണ്ടാക്കുമായിരുന്നു ചെയ്തത്. നമ്മുടെ ഈ ടോയ്സ് ഇല്ലാത്ത ഈ സ്ട്രോയിൽ കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്തത് ഇത് ഓരോന്നായിട്ട് ഹാങ്ങറിലേക്ക് കെട്ടിക്കൊടുക്കാം. എനിക്ക് പോവാണ്ട് നോക്കണേ. വേണ്ട, അമ്മ കെട്ടിത്തരാം. ചെറിയ ഹോളാണ്. അപ്പോൾ എനിക്കല്ലേ പറഞ്ഞ വലിയ ഹാങ്ങർ ഇല്ലാന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെറിയ ഹാങ്ങറിൽ ഇങ്ങനെ 2-3 ടോയ്സ് കെട്ടിയിട്ടാലും നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ 2-3 ടോയ്സ് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഹാങ്ങർ ഇപ്പൊ ഒരു കളിപ്പാട്ടായിട്ട് മാറിയിട്ടുണ്ട്. അത് നമുക്കിനി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നൂലുകളെല്ലാം കട്ട് ചെയ്ത് കളയാട്ടോ. നൂലുകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കണ്ടുപിടുന്ന രസമാണല്ലേ. നമുക്ക് ഇതിനൊരു മണിയുടെ കുറവായിട്ട് തോന്നുന്നുണ്ട് അല്ലേ. ഞാനൊരു മണി സൗണ്ട് ഇല്ലായ്കയുണ്ട് കണ്ടോ. ഒരു കുട്ടികൾക്ക് ഒത്തിരി സൗണ്ട് ഉണ്ടെങ്കിൽ ഒരു രസം വരുന്നേനെ. ഞാനൊരു മണി സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ മണിയും കൂടി ഈ ഹാങ്കറിലേക്ക് തൂക്കാം. ഞാനിവിടെ കണ്ടൊരു നമ്മുടെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കി തേച്ചതായിരുന്നു. കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പം ഞാനിങ്ങനെ ഒരു പഴയ മണിയാണ് ഇതിനെടുത്തേക്കുന്നത്. നമുക്കിത് ഇവിടെ ഒന്ന് ജസ്റ്റ് കുളച്ച് കൊടുക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും മണി ഉണ്ടെങ്കിൽ ഒന്ന് തൂക്കി കൊടുത്താൽ സൗണ്ട് ആവും. അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. കണ്ടോ വളർത്തിയിട്ടുണ്ട്.
ഇത് ഒത്തിരി വലുതായോ അത് കാരണം എങ്ങും തൂക്കിയില്ല. നമുക്ക് ഇതിൻ്റെ ഇടയിലൊന്ന് തൂക്കി കൊടുത്ത് നോക്കാം. കറക്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് കറക്കി നോക്കാം. മറി ഞങ്ങളുടെ ഈ ചെറിയ ഹാങ്ങിങ് ടോയ്സ് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്നത് പോലെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.